ഹലോ മച്ചാമാരെ, അൺനോൺ വൈഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അറിയാനുള്ള സംഭവമാണ് ദി സയൻസ്. നമ്മുടെ ചുറ്റുമുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാത്തിലുമുള്ള സത്യത്തെ മനസ്സിലാക്കി തരാൻ ഞാൻ വരുന്നു. ഭൂമിയിൽ നിന്നല്ലാത്ത ജീവൻ്റെ അംശത്തെയാണ് നമ്മൾ ഏലിയൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഏലിയൻസ് നമുക്ക് വിസിബിളായിട്ടുള്ള നമ്മളുടെ യൂണിവേഴ്സിൽ ഉണ്ടോ എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എങ്കിൽ നമുക്കിന്ന് ഏലിയൻസും പാരലൽ യൂണിവേഴ്സിനെ കുറിച്ചും പറയാം. ശരിക്കും പാരലൽ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു സയൻസ് ഫിക്ഷനാണ്. അതിനെ പക്ഷേ ഒരു സയൻസ് ഫിക്ഷനായി മാത്രം തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറികളൊക്കെ വന്നപ്പോൾ ഈ പാരലൽ യൂണിവേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന തിയറികൾ അതിൻ്റെ അത് തന്നെ ഉണ്ട്. പാരലൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ജീവനുണ്ടാവാനുള്ള സാധ്യത 100% ഉറപ്പാണ്. പാരലൽ യൂണിവേഴ്സിനെ പ്രധാനമായും വിശദീകരിക്കാൻ ഉപയോഗിക്കുന്നത് 4 തിയറികളാണ്. നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ വലത് കൈ പൊക്കി കാണിക്കുന്നുവെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമേജ് അഥവാ പ്രതിബിംബം ആ കണ്ണാടിയിൽ കാണും. നിങ്ങളിപ്പോൾ വലത് കൈയാണ് പൊക്കിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന നിങ്ങൾ ഇടത് കൈ പൊക്കിയിരിക്കുന്നത് പോലെയാണ്. നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യുന്നോ അതിന് നേരെ വിപരീതമായിട്ടായിരിക്കും കണ്ണാടിയിൽ കാണുന്നത്. ഇതാണ് മിറർ യൂണിവേഴ്സ് തിയറി. നമ്മളുടെ യൂണിവേഴ്സിൽ നടക്കുന്ന അതേ സംഭവങ്ങൾ തന്നെ അതിൻ്റെ നേരെ വിപരീതമായി സെയിം ഡയറക്ഷനിൽ തന്നെ നടക്കുന്ന ഒരു യൂണിവേഴ്സ് ഉണ്ടെന്നാണ് ഇതിലൂടെ പറയുന്നത്. നമ്മളിവിടെ അനുഭവിക്കുന്ന എല്ലാ ഡയമെൻഷൻ്റെയും നേരെ വിപരീതമായിരിക്കും അവിടെയുള്ള ഡയമെൻഷൻസ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സമയം പോലും പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് സമയം പുറകോട്ട് സഞ്ചരിക്കുന്ന അതുപോലെ തന്നെ മാസും വോളിയവും നെഗറ്റീവായ ഒരു സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുക തന്നെ അസംഭവ്യമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ഓപ്പോസിറ്റ് യൂണിവേഴ്സ് ഉണ്ടാവാനും സാധ്യതകളുണ്ട്. നമ്മുടെ ഈ യൂണിവേഴ്സിൽ ഓർഡിനറി മാറ്റർ അഥവാ ആറ്റംസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ വെറും 5% മാത്രമാണ്. ബാക്കിയുള്ളതിൽ 27% ഡാർക്ക് മാറ്ററും 68% ഡാർക്ക് എനർജിയുമാണ്. ഡാർക്ക് മാറ്ററിനെ അസ്യൂം ചെയ്യുന്നത് ഇപ്പോഴുള്ള ആറ്റത്തിൻ്റെ നേരെ വിപരീത സ്വഭാവമുള്ള ഒന്നിനെയാണ്. അതുകൊണ്ട് തന്നെ ഡാർക്ക് മാറ്ററിന് നെഗറ്റീവ് മാസും നെഗറ്റീവ് വോളിയവും ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ മിറർ യൂണിവേഴ്സ് തിയറി സത്യമാവും. മിറർ യൂണിവേഴ്സ് തിയറി സത്യമാണെങ്കിൽ നമ്മളുടെ ഓപ്പോസിറ്റ് ഡയമെൻഷനിൽ ജീവിക്കുന്ന ജീവികൾ അവിടെ ഉണ്ടാവും. അതെ, ഏലിയൻസ് തന്നെ. പക്ഷേ അവർ നമ്മളുടെ ഓപ്പോസിറ്റ് ഡയമെൻഷനിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയില്ല, നമ്മളെ തൊട്ട് മുന്നിലുണ്ടെങ്കിൽ പോലും. രണ്ടാമതായിട്ടുള്ളത് സെൽഫ് സെറ്റിൽഡ് യൂണിവേഴ്സ് തിയറിയാണ്. ഇതിൽ പറയുന്നത് നമ്മളുടെ യൂണിവേഴ്സിനെ കുറച്ച് ഭാഗം വേറൊരു യൂണിവേഴ്സിനെ കുറച്ച് ഭാഗവുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നു എന്നാണ്. ആ യൂണിവേഴ്സ് കിടക്കുന്നത് നമ്മളുടെ യൂണിവേഴ്സിന് പാരലായി തന്നെയാണ്. അവിടെ ജീവിക്കുന്നത് നമ്മൾ തന്നെയും. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന 3 ഡയമെൻഷൻസ് മാത്രമാണ്. എന്നാൽ ഇതേ നമ്മൾ തന്നെ 4 ഡയമെൻഷൻസ് അറിയാവുന്ന വേറൊരു ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ നമ്മളിവിടെ ചെയ്യുന്ന പ്രവൃത്തികളും അവർ അവിടെ ചെയ്യുന്ന പ്രവൃത്തികളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകില്ല. നമ്മൾക്കത് നമ്മൾ തന്നെയാണെങ്കിലും അത് സയൻസിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവർ ഏലിയൻസ് ആകുന്നു. അങ്ങനെ ഈ തിയറി പറയുന്നത് നമ്മുടെ ലിമിറ്റേഷൻ തന്നെയാണ്. നമ്മളെ ചുറ്റും ഇഷ്ടംപോലെ ഡയമെൻഷൻസ് ഉണ്ടെങ്കിലും നമ്മൾക്ക് മാക്സിമം അറിയാൻ പറ്റുന്ന ഡയമെൻഷൻസ് 3 മാത്രമാണ്. നമുക്ക് ഒരിക്കലും 4th ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏലിയൻസ് ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇനി പറയാൻ പോകുന്ന ഡാർക്ക് മാറ്റർ യൂണിവേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് നേരത്തെ ഒന്ന് ചെറുതായി പറഞ്ഞിരുന്നു. യൂണിവേഴ്സിൻ്റെ 27% ഡാർക്ക് മാറ്ററാണ്. അതുകൊണ്ട് തന്നെ ആ ഡാർക്ക് മാറ്ററും കൊണ്ട് മറ്റൊരു യൂണിവേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് മിറർ വ്യൂ തിയറി പോലെയല്ല. ഡാർക്ക് മാറ്ററിന് എത്രയൊക്കെ വിപരീത സ്വഭാവമുണ്ടെങ്കിലും ഇവിടെയുള്ള ഡയമെൻഷൻസ് തന്നെയായിരിക്കും ഡാർക്ക് മാറ്റർ യൂണിവേഴ്സിൽ ഉണ്ടാവുക. ഇത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അഡ്വാൻസ് ലെവൽ വെച്ച് നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്യാൻ കഴിയും. ഇത് നമുക്കിന്ന് വരെ കണ്ടുപിടിക്കാനോ തെളിയിക്കാനോ കഴിയാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഫിക്ഷനായി തന്നെ കണക്ക് കൂട്ടാം. എങ്കിലും ഡാർക്ക് മാറ്റർ യൂണിവേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഏലിയൻസ് കാണും. നാലാമതായി പറയാൻ പോകുന്നത് മാറ്റർ യൂണിവേഴ്സാണ്. മാറ്റർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം യൂണിവേഴ്സ് തന്നെയാണ്. അതെ, ആറ്റം കൊണ്ടുണ്ടാക്കിയ യൂണിവേഴ്സ്. നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ ഏലിയൻസ് കാണുമെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ആദ്യ പാട്ട് ഇറക്കിയത്. അപ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഒരേ ഒരു യൂണിവേഴ്സ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ്. എന്നാൽ ഇതിൽ പറയുന്നത് നമ്മളുടെ യൂണിവേഴ്സിൻ്റെ അതേ കോപ്പി പോലത്തെ ഇഷ്ടം പോലെ യൂണിവേഴ്സ് ഉണ്ടാകാമെന്നാണ്. അങ്ങനെ ഒരു യൂണിവേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഏലിയനായി നമ്മളും കാണും.
നമ്മൾക്കത് കാണാൻ കഴിയാത്തതിൻ്റെ കാരണം അത് വേറെ ഏതെങ്കിലും ഡയമെൻഷനുമായിട്ട് കൂടിക്കലർന്ന് കിടക്കുന്നതായിരിക്കാം. പാരലൽ യൂണിവേഴ്സിനെ കുറിച്ചുള്ള 4 പ്രധാനപ്പെട്ട തിയറികളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ 4 തിയറികൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പാരലൽ യൂണിവേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായും ഏലിയൻസ് ഉണ്ടാകും, ജീവനുണ്ടാകും. ഇങ്ങനെ അവിടെ ഏലിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ കഴിയും, നമ്മൾക്ക് അവരുടെ സാന്നിധ്യം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഓൺ തന്നെ അലോ ചെയ്ത് കൊടുക്കുക. എങ്കിലാണ് ഞങ്ങളിടുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുകയുള്ളൂ. നമ്മൾ അടുത്ത വീഡിയോയിൽ ഏലിയൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു യാത്ര പോവുകയാണ്. 1ഉം 2ഉമല്ല, കോടിക്കണക്കിന് പ്രകാശവർഷം അകലേക്ക്. എല്ലാവരും കാണില്ലേ എന്നോടുകൂടെ ആ യാത്രയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടായ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളുമെല്ലാം താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിയായി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ഫ്രം അൺനോൺ വൈബ്സ്.